2025 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസമാണ്. ഇനി നിങ്ങൾക്ക് പരീക്ഷയുടെ കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻസും വിളിച്ചിട്ടുണ്ട്. അതിൽ നീറ്റ് വരുന്നുണ്ട്, JEE വരുന്നുണ്ട്, താമസിയാതെ കീമും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഉസാറ്റ് വിളിച്ചു. ഇങ്ങനത്തെ ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് ഇനി ഡെയിലി ചെയ്യാനുണ്ടാവും. കുറച്ച് കാലമായിട്ട് എഡ്യൂക്കേഷൻ ഒക്കെ അത്ര കുറവായതുകൊണ്ട് തന്നെ ചാനൽ അത്ര അങ്ങോട്ട് ആക്റ്റീവായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള അപ്ഡേഷൻസ്, ഇതുവരെ ഞാൻ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാറുണ്ടെങ്കിൽ ഹിദായത്തും കൂടെ ഈ ഒരു സ്കിയോയുടെ ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഹിദായത്തിൻ്റെ രീതിയിലുള്ള അപ്ഡേഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു കരിയർ എക്സ്പേർട്ട് ജാഫർ സാറ്, ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള ടീം ഞങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. ആദ്യം ഒരു വൺ മാൻ ഷോ ആയിരുന്നു, ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു ടീമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അപ്ഡേഷൻസ് എനിക്ക് തരാൻ സാധിക്കുന്നതാണ്. നീറ്റ് 2025 കുറിച്ചിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രധാനപ്പെട്ട ഈ 2025 നീറ്റിൽ എന്താണ് 24 നിന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സാർ, അപ്പോൾ എന്നാണ് വിൻഡോ ഓപ്പൺ ആയത്? പ്രോപ്പറായിട്ട് ഓപ്പൺ ആയോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് തുടങ്ങാൻ സാധിക്കുക? താങ്കൾ ഇതിൽ ഒരുപാട് ഇത്തരം അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് മുതലാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം? തീർച്ചയായും. ഞാൻ ഹിദായത്, CEO of LearnSimply.com. നീറ്റിൻ്റെ ഈ ഒരു വർഷത്തെ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 7-ാം തീയതി, അതായത് ഫെബ്രുവരി 7 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് സൈറ്റ് കിട്ടുന്നില്ല എന്ന് ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട്. സൈറ്റൊക്കെ പ്രോപ്പറായിട്ട് സെർവറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ? ഓക്കെ, തീർച്ചയായും. സൈറ്റ് ഓൾറെഡി 7-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഓപ്പൺ ആയ ദിവസം പൊതുവെ ഒരു സ്ലോ ഉണ്ടാവാറുണ്ട്. അത് എല്ലാ വർഷവും. ഇപ്പൊ ഈ ഒരു നീറ്റ് എന്നല്ല, ഏതൊരു ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഡേ അതുപോലെ തന്നെ അവസാനത്തെ ഡേ, ഈ 2 ദിവസങ്ങളിലും പൊതുവെ ലാഗിങ് ഉണ്ടാവാറുണ്ട് സൈറ്റ്. പക്ഷെ അതിന്റെ ഇടയിലുള്ള മിഡിലുള്ള ഡേറ്റ് മാക്സിമം നമ്മൾ ചൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റിനും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റിനും ഇടയിലുള്ള ടൈമിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞു തരാനുള്ളത്. മാർച്ച് 7 വരെ നമുക്ക് നീറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ 7-ാം തീയതി കാത്തു നിൽക്കരുത്, അതിന് തൊട്ടുമുമ്പായിട്ട് കംപ്ലീറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. രാത്രി 11:50 വരെ നമുക്ക് സൈറ്റ് ഓപ്പൺ ആയിരിക്കും മാർച്ച് 7-ാം തീയതി. അപ്പോൾ ഇതാ സാർ, നമുക്ക് പല ഈ ഡാറ്റ എൻട്രിയെ സംബന്ധിച്ച് ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടോ? ഓക്കെ, തീർച്ചയായും നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. കറക്ഷൻ വിൻഡോ 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ മാർച്ച് നമുക്ക് എന്ത് ചെയ്യുക, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. പക്ഷേ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അവർ ഒരു അത് അവിടെ തന്നെ പ്രിവ്യൂ കാണിക്കും. ആ പ്രിവ്യൂല് വെറുതെ ചുമ്മാ പ്രിവ്യൂ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഓൺലൈൻ സെന്ററിലാണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ അതൊരു ചെക്ക് ചെയ്തതിനു ശേഷം, അവർ ചെയ്തിരിക്കുന്ന ഡാറ്റ നിങ്ങൾ സ്വയം ചെയ്യുന്ന ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്യാന്നുള്ളതാണ്. ഈ പ്രോസ്പെക്ട്സ് വായിക്കുന്ന സമയത്ത് അതിൽ ഡേറ്റ് കണ്ടു 26 ഏപ്രിലിന് അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഇന്റിമേഷൻസ് എന്നുള്ളത്. അതെന്താണ്? നമുക്ക് 26-ാം തീയതി ആണോ നമ്മൾ ഏത് ജില്ലയിൽ എക്സാമിനേഷൻ അതിന് കൊടുക്കാൻ സാധിക്കുക? എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ? ഓക്കെ, തീർച്ചയായും. നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്ന, അതായത് സിറ്റീസിന്റെ ഇൻഫർമേഷൻ നമുക്ക് 4 സിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ 4 സിറ്റീസിൽ ഏത് സിറ്റിയിലാണ് നമ്മുടെ സെന്റർ കിട്ടിയിട്ടുള്ളത് എന്നുള്ള സിറ്റിയുടെ ഇൻഫർമേഷൻ മാത്രമാണ് 26-ാം തീയതി ഏപ്രിലിൽ റിലീസാകുക. ഓക്കെ, അതായത് നമുക്ക് സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മലപ്പുറത്തുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന മലപ്പുറം ആയിരിക്കും, പിന്നെ സെക്കൻഡ് ഇപ്പോൾ ചിലപ്പോൾ കാലിക്കറ്റ് ആയിരിക്കും, പിന്നെ തൃശ്ശൂർ ആയിരിക്കും, പിന്നെ പാലക്കാട് ആയിരിക്കും. അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പ്രിഫറൻസ് ആണോ സെക്കൻഡ് പ്രിഫറൻസ് ആണോ എന്നൊക്കെയുള്ള അവിടുത്തെ ഒരു ടോട്ടലായിട്ട് വരുന്ന അപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്, ആ സിറ്റി എവിടെയാണെന്നുള്ളത് ഈ 26-ാം തീയതി വരും. പക്ഷേ നിങ്ങളുടെ സെൻറ്റർ അപ്പോൾ വരില്ല, അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലായിരിക്കും വരും. കറക്റ്റ് അല്ലേ? തീർച്ചയായും അഡ്മിറ്റ് കാർഡിലാണ് പ്രോപ്പർ സെൻറ്റർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ള കാര്യം ഇതിൻ്റെ ഫീ ഘടനകളാണ്. അപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് പറയാം. ഓക്കെ, തീർച്ചയായും. നമുക്ക് കാറ്റഗറി അനുസരിച്ച് ഫീസിൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്കാണെങ്കിൽ 1700 ആണ് ഫീസ് വരുന്നത്. അത് OBC കാറ്റഗറിക്ക് അതുപോലെ തന്നെ EWS കാറ്റഗറികൾക്ക് 1600 ആണ് ഫീസ് വരുന്നത്. പിന്നെ SC ST പിന്നെ ഡിസേബിലിറ്റി ഉള്ള ആളുകൾ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് 1000 ആണ് ഫീസ് വരുന്നത്. ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 9500 ആണ് ഫീസ് വരുന്നത്. ഇതിന് ഞാനൊന്ന് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ OBC EWS എന്നൊക്കെ കാണുന്നുണ്ടാവും. നിങ്ങളുടെ OBC കാൻഡിഡേറ്റോ EWS കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾ അടക്കുന്ന ഫീസിനെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ ജനറൽ ആണോ OBC ആണോ വന്നിരിക്കുന്നത് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിൽ വലിയ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ NRI ഉള്ള ആളുകൾക്കാണെങ്കിലാണ് ഈ 9500 വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാണ് ഇതിൻ്റെ എക്സാമിനേഷൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്?
എക്സാമിനേഷൻ്റെ ഡേറ്റ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് മെയ് 4-ാം തീയതിയാണ്. സൺഡേ ആണ് നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് സാർ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? 2025 എക്സാമിനേഷൻസിൻ്റെ അതിൻ്റെ പാറ്റേണിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബേസിക് ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതൊന്ന് സംസാരിക്കാം. തീർച്ചയായും. നമുക്ക് വരുന്നത് 3 മണിക്കൂറാണ് എക്സാമിന് ടൈം വരുന്നത്. അതായത് 180 മിനിറ്റാണ് ടോട്ടൽ ടൈം തരുന്നത്. അതിൽ കെമിസ്ട്രിയിൽ നമുക്ക് 45 ക്വസ്റ്റ്യനും, ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻ, ബയോളജി അതായത് ബോട്ടണി സുവോളജിയിൽ നിന്നും 90 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ 180 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതായത് ടോട്ടൽ മാർക്ക് 720 മാർക്ക് വരുന്നത്. ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം, കോവിഡിന് മുമ്പുള്ള പരീക്ഷാ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോവിഡിന് ശേഷം ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ 3 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറും 20 മിനിറ്റുമായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 20 മിനിറ്റ് എന്ന് പറയുന്നത് ഈ വർഷം മുതൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം. 2 ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും സുവോളജി ബോട്ടണി ആണെങ്കിലൊക്കെ ക്വസ്റ്റ്യൻസിന് A and B വിഭാഗമായിട്ട് തിരിച്ചിരുന്നു. ആ B വിഭാഗത്തിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഷാർപ്പായിട്ട് 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അന്ന് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 180 ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 180 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. സാർ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ പാർട്ടിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് എന്നാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ്, അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എന്നാണ് വരിക, അതൊന്ന് പറയാം. തീർച്ചയായും. നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് മെയ് 1-ാം തീയതിയാണ്. നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് മെയ് 4-ാം തീയതി സൺഡേ ആയിരിക്കും എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. സമയം വരുന്നത് 2 മണി മുതൽ 5 മണി വരെയുള്ള ടൈമിലാണ് എക്സാമിനേഷൻ്റെ ടൈം വരുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ആ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതല്ലാതെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് എക്സാമിനേഷൻസ് ഉണ്ടാവുക, ഇതല്ലാതെ MBBS അല്ലാതെ വേറെ ഏതൊക്കെ കോഴ്സുകൾക്ക് പറ്റും, വേറെ ഏതെങ്കിലും നഴ്സിങ്ങിന് ഇത് പറ്റുമോ, അതേപോലെ തന്നെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, അബ്രോഡ് പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് വരിക, അതേപോലെ ഇനിയും വേറെ എന്തെല്ലാം നമ്മൾ സംസാരിക്കാത്ത മാറ്റങ്ങൾ, ഒരേ മാർക്ക് വരികയാണെങ്കിൽ എന്താണ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ, പ്രോസ്പെക്ട്സ് മൊത്തം ഒരു കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കൂടെ പ്രിപ്പറേഷനിലാണ്. അതും താമസിയാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.